കാലമായിട്ട് ഡിവൈഎഫ്ഐ യൂണിറ്റ് അതുപോലെ തന്നെ നമുക്ക് CPM-ന്റെ ബ്രാഞ്ചും സംയുക്തമായിട്ട് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ വിജയിച്ച കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇന്നിവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പരിപാടി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടൊക്കെയുള്ള നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യമായി ഓടിയെത്തുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണ് ഡിവൈഎഫ്ഐ. അപ്പോൾ ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് അല്ലെങ്കിൽ തുടർ വിജയങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ഇത്തരത്തിലുള്ള പുസ്തകത്തിലും അതുപോലെ തന്നെ ഈ അനുമോദന സദസ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനൊരു സ്വാഗത പ്രസംഗത്തിൽ കൂടുതലായിട്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കുള്ള പാഠപുസ്തകവും അല്ലെങ്കിൽ പഠനത്തിന്റെ ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ SSLC-ക്കും പ്ലസ് ടുവിനും നല്ല മാർക്ക് നേടിയ പ്രിയപ്പെട്ട കുട്ടികളെ ആദരിക്കുന്നത് ഈ നാടിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ എന്ന സംഘടന ഡിവൈഎഫ്ഐ എന്നൊരു സംഘടന ഈ ട്രോഫി നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ ഒരു സന്ദേശം കൂടെ നൽകിക്കൊണ്ടാണ് നിങ്ങളെ കൈമാറിത്തരുന്നത്. നിങ്ങൾ ഈ പഠനം ഇന്നലെ വരെ നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകർ മാത്രമാണ് ശ്രദ്ധിച്ചത്. എന്നാൽ ഇനി മുതൽ ഈ നാട് നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങാൻ. ഇന്നയാളുടെ മകള് നന്നായി പഠിച്ച് അവിടെ ആ സെന്ററിൽ ട്രോഫി വാങ്ങിച്ചു, ഇന്നയാളുടെ മകൻ നല്ലപോലെ പഠിച്ചു എന്ന് നാളെ ഇനി നിങ്ങൾ ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പഠനം ഇനിയും ധാരാളം മികച്ച രീതിയിൽ പഠിച്ച് മുന്നേറണം. ഞങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങൾ പഠിച്ച് മികച്ച വിജയം നേടി നല്ല സ്ഥാനത്തെത്തുമ്പോൾ ഡിവൈഎഫ്ഐ എന്ന സംഘടന ഈ നാടിനകത്തുണ്ട്. അവർ ചെയ്യുന്ന നന്മകൾ നിങ്ങൾ ഓർക്കണം. നിങ്ങളിതിന് ശേഷം ഒന്നിവിടെ പിടിപിടിക്കണം എന്ന അർത്ഥത്തിലല്ല അർത്ഥം. ആ മനസ്സിനകത്ത് അല്ലെങ്കിൽ ആ ഒരു അജണ്ട മറ്റുള്ളവരെ സ്നേഹിക്കും. ട്രോഫി മേടിക്കാനെത്തിയ എല്ലാവർക്കും, കൂടെ വന്ന രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു പരിപാടി എനിക്ക് കുറേ നേരമായി കുട്ടികളൊക്കെ കാത്തിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച നമുക്ക് CPM-ന്റെ നമുക്ക് ബ്രാഞ്ച് യൂണിറ്റിനും ഡിവൈഎഫ്ഐ വടക്കേത്തറ നമുക്ക് യൂണിറ്റുകൾക്കും എല്ലാവിധ ആശംസകളും. അജ്ന ഷെറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവനീത് ഷെഫി വേദിയിലേക്ക് വരേണ്ടതാണ്. നന്നായി പഠിപ്പിക്കണം.
ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന്